ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിരുദ്ധും സ്വരമോളും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്രയുടെ വിഷയം വന്നു. അങ്ങനെ അവർ രണ്ടുപേരും, അതായത് ടീച്ചറമ്മയും അച്ഛമ്മയും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് കേട്ട് വന്ന വിശ്വൻ, അങ്ങനെയൊന്നുമില്ല മോളെ, ഒരു സാമ്യമില്ല, മോൾക്ക് വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞ് നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുക. അപ്പം അത് കേട്ടപ്പോൾ, ഇല്ല ഡാഡി, രണ്ടുപേരെയും കണ്ടാൽ ഒരാളാണെന്നേ തോന്നത്തുള്ളൂ, അത്രയ്ക്ക് സാമ്യമുണ്ടെന്ന് കൊച്ചു പറഞ്ഞു. അപ്പോൾ മോളുടെ ഒരു കാര്യം, മോൾക്ക് വെറുതെ തോന്നിയതാണെന്നേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിശ്വൻ നൈസായിട്ട് കൊച്ചിനെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കാം. മോള് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, വാ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം. അപ്പോൾ കൊച്ചിനെ വിശ്വനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴും നമ്മുടെ അനിരുദ്ധ് അവിടെ ഇങ്ങനെ നിന്ന് ആലോചിക്കാം. അപ്പോൾ എന്നെ പാട്ട് പഠിക്കാൻ എന്നാ വിടുന്നതെന്ന് കൊച്ച് അനിരുദ്ധിനോട് ചോദിച്ചപ്പം, നമുക്ക് പോവാട്ടോ എന്ന് അനിരുദ്ധ് കൊച്ചിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ സ്വരമോൾ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ് നമ്മുടെ അനിരുദ്ധൻ. എന്തായാലും കൊച്ച് ചുമ്മാ അങ്ങനെ പറയില്ലെന്നുള്ള കാര്യം നന്നായിട്ട് തന്നെ അറിയാം അനിരുദ്ധിന്. ഇങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളുമൊക്കെ അവരുടെ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സുമിത്രയുടെ ഡയറി, സുമിത്ര വെച്ചിരുന്ന ഡയറി എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിലാണ് സരസ്വതി അമ്മ. ആ ഡയറി ഇവൾ എവിടെ വെച്ചു എന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ സുമിത്ര വരുന്നുണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, ആരെങ്കിലും വരുന്നതിന് മുൻപ് ആ ഡയറി കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സുമിത്രയുടെ ഉദ്ദേശമെന്നും അറിയാം. മാത്രമല്ല, ആ ഡയറി എൻ്റെ കൈകളിൽ കിട്ടിയാൽ ഞാൻ പിന്നെ രാജ്ഞിയാണ്. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കാര്യങ്ങൾ എൻ്റെ വരുതിക്ക് കൊണ്ടുവരണം എന്നൊക്കെ സരസ്വതി അമ്മ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടപ്പെടാനും സരസ്വതിയമ്മ തയ്യാറായിരുന്നു. സരസ്വതിയമ്മ പതുക്കെ എഴുന്നേറ്റ് ചെന്ന് ആ അലമാരി, അതായത് നമ്മുടെ സുമിത്ര വെച്ചിരുന്ന അലമാരിയിൽ മുഴുവൻ തപ്പി നോക്കുക. അങ്ങനെ എല്ലായിടത്തും നോക്കി, അവിടെയൊന്നും കാണുന്നില്ല. ഇതിനകത്താണല്ലോ അവൾ ആ ഡയറി വെച്ചത്, ഈ ഡയറി ഇത് ഇവൾ എവിടെ കൊണ്ടൊന്ന് വെച്ചു, ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സരസ്വതിയമ്മ അതൊക്കെ തപ്പുവാട്ടോ. ഓരോ തുണിയും എടുത്ത് പൊക്കി മറിച്ചും തിരിച്ചും ഒക്കെ നോക്കി വന്നപ്പോഴേക്കും ആ അലമാരിയിൽ ഉണ്ടായിരുന്നിടത്തോളം തുണികളെല്ലാം നിലത്ത് വീഴുകയും ചെയ്തു. അങ്ങനെ സരസ്വതി അമ്മ ആ ഡയറി നോക്കിയിട്ട് കാണാതെ വന്നപ്പോൾ സരസ്വതി അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇത് എവിടെ കൊണ്ട് വെച്ച് ഇവളെ, ഈ ഡയറി എവിടെ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ആകെ ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ അവിടെ നോക്കുവാണ്. അങ്ങനെ കുറേ നോക്കിയിട്ടും കിട്ടിയില്ല. എന്തായാലും സുമിത്ര പഠിച്ച കള്ളിയാണ്, അവൾ അത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് മനസ്സിലായി. സരസ്വതി അമ്മ എന്നിട്ട് ഇങ്ങനെ കലി കയറി അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ തുണി മുഴുവൻ പെറുക്കി വെക്കണമല്ലോ, എന്നിട്ട് എല്ലാം കൂടെ വാരി കൂട്ടി അതിനകത്തേക്ക് ഇട്ടു. അപ്പോഴത്തേക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. പെട്ടെന്ന് ചാടിക്കയറി കട്ടിലേക്ക് ഇരുന്നു. അപ്പോൾ ഈ സരസ്വതിയമ്മയുടെ കള്ളക്കളിയും കള്ളത്തരവും ഒക്കെ നമ്മുടെ സുമിത്ര പരിധി വരെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുമിത്ര കയറി വന്നപ്പോഴേക്കും നല്ല കുട്ടിയായിട്ട് അവിടെ കയറി അങ്ങോട്ടേക്ക് ഇരുന്നു. അപ്പോൾ കുറച്ച് ആപ്പിളൊക്കെ മുറിച്ച് കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് വന്നതാ സുമിത്ര. അത് കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അമ്മ എന്തെടുക്കായിരുന്നു? ഞാനെന്തെടുക്കാൻ, ഞാനിവിടെ ചുമ്മാ കിടക്കുന്നു, നിനക്കിത് കാണത്തില്ലേന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളെന്ന് സുമിത്ര നേരം പറയാം. എന്നാ അമ്മ ഇത് കഴിച്ചോ എന്നും പറഞ്ഞ് അതങ്ങ് കൊടുത്തു. അത് സരസ്വതി അമ്മ അങ്ങ് മേടിച്ചു. എന്നിട്ട് സരസ്വതി അമ്മ ഇതിലൊന്നും രണ്ടൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് സുമിത്രയുടെ നേരെ ഇങ്ങനെ ഒന്ന് നോക്കും, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എന്തോ പറ്റി അമ്മയ്ക്ക് എന്തോ പറ്റിയേ, എന്താ ഒരു മാറ്റം പോലെയെന്ന് സുമിത്ര ചോദിച്ചപ്പോൾ, എനിക്കെന്ത് മാറ്റമൊക്കെ വേറെ ഉള്ളവർക്കല്ലേ. വേറെ ഉള്ളവർക്കോ? ആർക്ക് മാറ്റം വന്ന കാര്യം അമ്മ ഈ പറയണേന്ന് ചോദിച്ചപ്പോൾ, നീ ഇവിടെ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാത്രമൊന്നും അല്ലല്ലോ വന്നത്, നിന്റെ വരവിൻ്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളും ഇല്ലേ? അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? അങ്ങനെയൊന്നും ഇല്ല അമ്മയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറയുമ്പോൾ, തോന്നുന്നതോ? എനിക്ക് ഒരു തോന്നലും ഇല്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നീ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നും എൻ്റെ പേരും പറഞ്ഞ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സുമിത്ര എന്ന് പറഞ്ഞപ്പോൾ, അമ്മയുടെ വെറും തോന്നലുകൾ മാത്രമാണത്, എനിക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും സുമിത്ര ചോദിച്ചു. അപ്പോൾ സുമിത്ര അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ അടുത്ത് നിൻ്റെ അഭിനയമൊന്നും വേണ്ട എന്നൊക്കെയുള്ളൊരു സംസാരത്തിൽ. അപ്പം അങ്ങനെ ആ ഒരു ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സരസ്വതി അമ്മയും സുമിത്രയും അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അമ്മ ഇത് കഴിക്കുക, എനിക്ക് വേറെ ജോലികളുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ സുമിത്ര എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. എടി സുമിത്രേ, നീ എന്ത് കാണിച്ചാലും ഞാനത് കണ്ടുപിടിക്കും, എൻ്റെ കയ്യിലെ ഡയറി കിട്ടുവടി എന്ന് സരസ്വതി അമ്മ മനസ്സിൽ പറയുക. സരസ്വതി അമ്മ മനസ്സിൽ കാണുമ്പോൾ സുമിത്ര അത് മാനത്ത് കാണുന്നുള്ള കാര്യം സരസ്വതി അമ്മയ്ക്ക് അറിയാതെ പോയി. സരസ്വതി അമ്മ അത് അടിച്ചു മാറ്റും എന്നുള്ള കാര്യം 100% നമ്മുടെ സുമിത്രയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് സുമിത്ര ആ സാധനം നൈസായിട്ടെടുത്ത് പൊക്കിയത്. അത് പാവം സരസ്വതിയമ്മയ്ക്ക് മനസ്സിലായില്ല. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ രഞ്ജിതയുടെ വീട്ടിൽ നടക്കുക. അപ്പോൾ പലതും പ്ലാൻ ചെയ്ത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നമ്മുടെ സുമിത്ര മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവിടെ ഇരിക്കെ പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെ ആട്ടോ. സിദ്ധു ഇങ്ങനെ വരുന്നു, നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങി നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല യങ് മാനായിട്ട് നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ നമ്മുടെ സിദ്ധു ഇങ്ങ് വരുവാണ്. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് പഴയ സിദ്ധുവേ അല്ല, നമ്മുടെ സിദ്ധു ഒരുപാട് മാറി നല്ല മിടുക്കനായിട്ട് നമ്മുടെ സിദ്ധു മടങ്ങി വരുന്നു. അങ്ങനെ വരുന്ന സിദ്ധുവിനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കമ്പനിയുടെ ഒരാൾ, അപ്പോൾ അയാൾ വന്നു, ഈ ബൊക്ക കൊടുത്തിട്ട് സർ ആദ്യം എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം ശ്രീനിലയത്തിലേക്ക് തന്നെയാണ് പോകേണ്ടതെന്ന് സിദ്ധു അയാളോട് പറയുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം മതി മറ്റു പ്രോഗ്രാംസൊക്കെ എന്നും പറഞ്ഞ് സിദ്ധു അയാളോട് പറയാം. അപ്പോൾ ഇവർ സർ അവിടെ വണ്ടി വെയിറ്റിംഗ് ആണ് എന്നും പറഞ്ഞ് സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് അയാൾ വണ്ടിക്കരികിലേക്ക് പോകണം. നമ്മുടെ സിദ്ധു അയാൾക്കൊപ്പം പോവുകയും ചെയ്യുന്നു. സിദ്ധു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കുറേ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാട്ടോ. സുമിത്ര ഇങ്ങനെ രഞ്ജിതയുടെ വീട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. അപ്പം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീടിൻ്റെ സൈഡിലെ ആ ഭിത്തിയിൽ ഇവരുടെ ഫോട്ടോ, അതായത് രഞ്ജിതയുടെയും അതുപോലെ തന്നെ അരവിന്ദൻ്റെയും ഫോട്ടോ ഇരിക്കുന്നത് കണ്ടു. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ചിന്തിച്ചു, ആ ഫോട്ടോ അവിടെ ഇരിക്കാൻ ഉള്ള യോഗ്യതയൊന്നുമില്ല, മറിച്ച് അവിടെ ഇരിക്കേണ്ട ഫോട്ടോ വേറൊന്നാണെന്ന്. വേഗം തന്നെ പോയി സുമിത്രയുടെയും രോഹിത്തിൻ്റെയും ഒരു ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് അവിടെ തൂക്കുവാണ്. അപ്പോൾ അതും തൂക്കി സുമിത്ര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രഞ്ജിത അതുവഴി വരുന്നത്. രഞ്ജിത അതുവഴി വന്നപ്പോൾ കാണുന്നത് ഇതാണ്. നിങ്ങളെന്ത് തോന്നിവാസമായി കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് രഞ്ജിത സുമിത്രക്കരികിലേക്ക് വന്നത് കണ്ട്, ഒരു ഫോട്ടോ തൂക്കുന്നത് എങ്ങനെയാണ് രഞ്ജിതേ അങ്ങനെ മോശം കാര്യമാകുന്നത്? അതൊരു തോന്നിവാസമാണെന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ തൂക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോയല്ല, ഇതെൻ്റെ മാത്രം ഫോട്ടോയല്ലല്ലോ, രഞ്ജിതയുടെ സഹോദരൻ്റെ ഫോട്ടോയും ഇല്ലേ, എന്താ അതിന് രഞ്ജിത ഒരു വിലയും കൊടുക്കുന്നില്ലേ? സ്വന്തം സഹോദരൻ്റെ സ്വത്തുക്കളൊക്കെ കൊള്ളാം, സഹോദരൻ്റെ ഫോട്ടോസൊന്നും കൊള്ളില്ലെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുമിത്ര ഇങ്ങനെ രഞ്ജിതയെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ രഞ്ജിത ഇതൊക്കെ കേട്ട്, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, എടുക്കാൻ പറഞ്ഞു. ഇതവിടെ തൂക്കിയത് ഞാനാണെങ്കിൽ അതവിടെ ഇരിക്കും, അത് എടുക്കാൻ വേണ്ടി തൂക്കിയതല്ല രഞ്ജിത എന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത ഇങ്ങനെ പതുക്കെ ഒതുങ്ങി വരിക, കാരണം രഞ്ജിതയ്ക്ക് മനസ്സിലായി കാര്യമാകും എന്നുള്ളത്. അപ്പോൾ രഞ്ജിത ഇങ്ങനെ സംയോപനം പാലിച്ചിങ്ങനെ നിൽക്കുന്നു. ആ സമയം മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് രഞ്ജിത രോഹിത്തിനെ കണ്ടിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. രഞ്ജിത ഒരു നോട്ടം, ഇവളിതെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരിതിൽ. ആ കാഴ്ചയിൽ അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയിൽ നിങ്ങൾ തമ്മിൽ എന്തെല്ലാം സംസാരിച്ചു എന്ന് പോലും എനിക്കറിയാം. ആ സംസാരം 1 മണിക്കൂർ നീണ്ടു നിന്നു. അതിലെന്തൊക്കെ നിങ്ങൾ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നും പറഞ്ഞു സുമിത്ര ഇങ്ങനെ രഞ്ജിതയോട് പറയാം. അധിക കാലമൊന്നും നിനക്കിങ്ങനെ ചതിച്ചും വഞ്ചിച്ചും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര രഞ്ജിതയോട് പറയുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോഹിത്തിൻ്റെ മരണത്തിന് ഒരു പരിധി വരെ കാരണം ഈ പറയുന്ന രഞ്ജിതയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ രഞ്ജിതയാവാം ഒരു പക്ഷേ സ്വന്തം സഹോദരനെ ഇല്ലാതാക്കിയത്. അങ്ങനെ രോഹിത്തിൻ്റെ മരണത്തിന് കാരണക്കാരിയായ രഞ്ജിതയെ നമ്മുടെ സുമിത്ര അട്ടപ്പട്ടലം പൂട്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ സുമിത്ര ഇതൊക്കെ അറിഞ്ഞു. ഇനിയിപ്പം തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി മുന്നോട്ട് എന്ത് ചെയ്യും എന്നുള്ള പേടിയിലാണ് രഞ്ജിത. അപ്പം നീ ചെവിയിൽ നുള്ളിക്കോളാൻ പറഞ്ഞിട്ടാണ് സുമിത്ര അവിടെ നിന്ന് പോയത്. ഈ ഫോട്ടോ എന്നും ഇവിടെ ഉണ്ടാവണം, ഇവിടെ നീ ഫോട്ടോ അനക്കാൻ ഒരുത്തർക്കും അവകാശമില്ല എന്ന് സുമിത്ര തറപ്പിച്ചു പറയുകയും കൂടെ ചെയ്തു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയുടെ പകുതി ഗ്യാസല്ല മുഴുവൻ ഗ്യാസും അങ്ങ് പോയി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? സുമിത്ര സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും കൂടുതൽ അറിഞ്ഞറിഞ്ഞ് വരത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് സുമിത്ര ജീവനോടെ ഉണ്ടാകാൻ പാടില്ലെന്ന് രഞ്ജിതയ്ക്ക് മനസ്സിലായി. സുമിത്ര തീരണം. സുമിത്ര മരിച്ചാൽ മാത്രമേ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് വരികയുള്ളൂ എന്നും രഞ്ജിതയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ സുമിത്രയെ കൊല്ലാൻ രഞ്ജിത പ്ലാൻ ഇടുകയാണ്. സുമിത്ര ഇനി ഈ ഭൂമുഖത്ത് വേണ്ട എന്നുള്ളൊരിതിൽ അങ്ങനെ രഞ്ജിതയും അതുപോലെ തന്നെ രഞ്ജിതയുടെ കുറേ ഗുണ്ടകളും ഉണ്ടല്ലോ, ഇവരൊക്കെ ചേർന്ന് സുമിത്രയെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് രഞ്ജിതയുടെ വീട്ടിൽ കടന്നു പോകുന്നത്. അതേസമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ സിദ്ധു ശ്രീനിലയത്തിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തി. അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ നോക്കി നിൽക്കുന്ന സിദ്ധു ആ പഴയ ശ്രീനിലയവും ആ ചുറ്റുപാടുകളും അവിടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചൊക്കെ ഒരു നിമിഷം മിന്നിമറിഞ്ഞ് ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചിട്ട് നോക്കുമ്പോൾ ഒരു പ്രേതാലയം പോലെ കിടക്കുന്ന ശ്രീനിലയം, ആ ശ്രീനിലയത്തിൽ ആരുമില്ല, എല്ലാം ഒരു വകയായിട്ട് കിടക്കുന്നു, കാടും മേടും ഒക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സിദ്ധുവിന് ശരിക്കും സങ്കടം വന്നു. സിദ്ധു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗുണ്ടയെപ്പോലെ ഒരുത്താൻ നിൽക്കുന്നു. അപ്പം നിങ്ങളാരാ
എന്ന് സിദ്ധുവിനോട് ചോദിച്ചപ്പോൾ നിങ്ങളേതാണെന്ന് സിദ്ധു അയാളോട് ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സിദ്ധുവിനെ കൂട്ടിക്കൊണ്ട് ഇയാൾ അകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേ പരമശിവം. അപ്പോൾ പരമശിവത്തെ കണ്ടപ്പം എടാ എന്നും പറഞ്ഞ് സിദ്ധു പരമശിവത്തിൻ്റെ കുത്തിന് കയറി പിടിച്ചു. കുത്തിന് കയറി പിടിച്ചപ്പോൾ തൊട്ടടുത്ത് നിന്നവൻ തോക്കെടുത്ത് സിദ്ധുവിൻ്റെ തലയ്ക്ക് നേരെ വെച്ചു. അങ്ങനെ മൊത്തത്തിൽ ദുരൂഹത നിറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെ സിദ്ധു ശ്രീനിലയത്തിലെത്തി ഈ അയാളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തതയില്ല. വരും ദിവസങ്ങളിൽ എന്തായാലും ആ വ്യക്തതയൊക്കെ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.